മുതലാളി എന്തായി കൊച്ചുകുളപ്പങ്കാലത്ത്? മുതലാളി ജുവലറി കൊള്ളയടിച്ചു. വെരി ഗുഡ്. എത്ര കിട്ടി? അല്ല മുതലാളി, നമ്മുടെ ജുവലറിയാ കൊള്ളയടിച്ചത്. ഒന്നുകളെല്ലാത്തിനും ഞാൻ. അത് മുതലാളി, ഞങ്ങളല്ല, വേറെ കള്ളന്മാര് കുത്തി തുറന്ന് അടവടല കൊണ്ടുപോയി. എന്റെ ദൈവമേ, എന്റെ കർത്താവേ, ഉണ്ണിത്താ മുതലാളി വന്നവിടെ പലതും നടന്നു. ദൈവമേ, എന്താണ് പൗലോസേ? എന്താ സംഭവിച്ചെന്ന് അറിയില്ല മുതലാളി. ഞാൻ രാവിലെ വന്നപ്പോ പാറാവുകാരൻ ബോധം കെട്ടി കിടക്കുകയായിരുന്നു. താറാവുകാരൻ അല്ല, പാറാവ് സെക്യൂരിറ്റി. താൻ പോലീസ് വിവരം അറിയിച്ചോ? ജീപ്പിന് സ്റ്റാർട്ടിന്റെ ഉള്ളതുകൊണ്ട് എത്താൻ അല്പം വൈകുമെന്ന് സി ഐ പറഞ്ഞു. എന്റെ ദൈവമേ, താനിങ്ങോട്ട് മറക്കേ, ഇങ്ങോട്ട് മറക്കേ. തുറക്കണ ഭഗവാനെ, എന്നോട് ഈ ചതി വേണ്ടായിരുന്നു. അയ്യോ എന്റെ ദൈവമേ. നമ്മുടെ കൂട്ടത്തിൽ ഈ നമ്പറിലേക്ക് തുറക്കാൻ അറിയാവുന്ന ഏക വ്യക്തി ബെന്നിയാണ്. എന്റെ ഊഹം ശരിയാണെങ്കിൽ, ഇനിയിപ്പം മുതലാളിയുടെ ഊഹം തെറ്റാണെങ്കിൽ പോലും അത് ക്ഷമിക്കേണ്ട കടമ ഞങ്ങൾക്കില്ലേ? മിനിമം 50 ലക്ഷം രൂപയുടെ സ്വർണമായി എനിക്ക് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഇന്നു മുതൽ നമുക്ക് വല വീശണം. അപ്പൊ കള്ളക്കടത്ത് നിർത്താമെന്നാണോ? ഓ, വിഡിത്തം പറയാതെ ആ ബെന്നിയെ വല വീശി പിടിക്കണം. അവനെ കൊന്നു കുഴിച്ചു മൂടി ആ സ്വർണം തിരിച്ചു പിടിച്ചാലേ എനിക്കിനി ഉറക്കം വരും. എനിക്ക് വിഗ്രഹമോഷണങ്ങളായിരുന്നു ഈ അടുത്ത കാലം വരെ നമ്മളെ അലട്ടിക്കൊണ്ടിരുന്ന പ്രധാന പ്രശ്നം. നാളിതുവരെ നടന്നിട്ടുള്ള 274 വിഗ്രഹമോഷണ കേസുകളിൽ 16 എണ്ണം തെളിയിക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് അഭിമാനിക്കാൻ വക നൽകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇപ്പോൾ നമ്മളെ അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രധാന പ്രശ്നം ബാങ്ക് കവർച്ചകളാണ്. 2 ആഴ്ചയ്ക്കുള്ളിൽ 5 മോഷണങ്ങളാണ് നടന്നിരിക്കുന്നത്. ഈ നിരക്കിൽ തന്നെ കവർച്ച തുടരുകയാണെങ്കിൽ 6 മാസത്തിനകം ഏറ്റവും കുറഞ്ഞത് 60 മോഷണങ്ങളെങ്കിലും നടക്കുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ അവസരത്തിൽ ബാങ്ക് കവർച്ചകളിൽ നമുക്ക് കൈവരിക്കാൻ കഴിഞ്ഞിട്ടുള്ള പുരോഗതിയെക്കുറിച്ച് SP ശ്രീകണ്ഠൻ നായർ എന്ത് പറയുന്നു? സാർ, ഈ കവർച്ചകളുടെ പിന്നിലെ കറുത്ത കൈ പെരേരയുടേതാണെന്ന് സംശയാതീതമായി തെളിഞ്ഞിട്ടുണ്ട്. ബോംബെ പോലീസുമായി ബന്ധപ്പെട്ട് പെരേരയെ പറ്റിയുള്ള ചില പ്രധാന വിവരങ്ങൾ ശേഖരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ബോംബെയിലെ പ്രീതം ബാങ്കേഴ്സ്, ലാലാജി ഫൈനാൻസിയേഴ്സ് തുടങ്ങിയ സ്ഥാപനങ്ങളിൽ കവർച്ചകൾ നടത്തിയതും ക്യൂൻ മേരീസ് മ്യൂസിയത്തിൽ പ്രദർശനത്തിന് വെച്ചിരുന്ന ലക്ഷക്കണക്കിന് രൂപ വിലവെടുപ്പുള്ള രത്നങ്ങൾ മോഷ്ടിച്ചതും ഈ പെരേര തന്നെയാണെന്ന് മഹാരാഷ്ട്ര പോലീസ് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. ഈ അധോലോക ഭീകരൻ കേരളത്തിലേക്ക് കടന്നിരിക്കാൻ ഇടയുള്ളതായി അവർ റിപ്പോർട്ട് ചെയ്തിട്ടുമുണ്ട്. പെരേരയെ ഐഡന്റിഫൈ ചെയ്യാൻ അടയാളം എന്തെങ്കിലും കിട്ടിയിട്ടുണ്ടോ? നോ സർ, പല സ്ഥലത്തും പല വേഷത്തിലാണ് അയാൾ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളത്. ആളെ തിരിച്ചറിഞ്ഞ ശരീരത്തിൽ നിന്നും ഒരു രൂപം വരച്ചെടുക്കാനുള്ള ശ്രമം ഫിഗർ എക്സ്പെർട്സ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കേരളത്തിൽ നടന്ന എല്ലാ ബാങ്ക് മോഷണങ്ങളെയും പിന്നിൽ ഇതേ പെരേര തന്നെയാണെന്നുള്ളത് അനുഭവത്തിന്റെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും. ഇനി എല്ലാവർക്കും അവരവരുടെ അഭിപ്രായങ്ങൾ പറയാം. സാർ, എനിക്കൊരു പ്രധാന കാര്യം പറയാനുണ്ട്. സെൻട്രൽ പോലീസ് സ്റ്റേഷന് അലോട്ട് ചെയ്തിട്ടുള്ള ഞങ്ങളുടെ ജീപ്പിന് ഇടയ്ക്കിടയ്ക്ക് സ്റ്റാർട്ടിംഗ് ട്രബിൾ ഉണ്ട്. മാത്രമല്ല, ഞങ്ങളുടെ സ്റ്റേഷനിൽ ഒരു നല്ല മൂത്രപ്പുരയോ ഊണുമുറിയോ ഇല്ല എന്നുള്ളതാണ് സത്യം. നോൺസെൻസ്. ഇതൊക്കെ പറയാനുള്ള വേദി അല്ല ഇത്. ഒരു പോലീസുകാരനായി ജനിച്ചു പോയി എന്ന ഒറ്റ കാരണം കൊണ്ട് മൂത്രമൊഴിക്കാൻ പാടില്ല. നത്തിങ് മോർ സർ. ഓക്കെ. ഞാൻ ശങ്കരനാ, PC. പെരേരയെ കുറിച്ച് ചില വിവരങ്ങൾ കിട്ടിയിട്ടുണ്ട്. താൻ ധൈര്യമായിട്ടിരിക്കെ. തനിക്ക് എന്തെങ്കിലും കുഴപ്പം സംഭവിക്കുന്നത് വരെ ഞാൻ തന്റെ കൂടെ ഉണ്ടായിരിക്കും. ഓക്കെ? എന്റെ കണക്കുകൂട്ടലുകൾ ഒരിക്കലും തെറ്റാറില്ല. അത് പിന്നെ നല്ല ഒന്നാന്തരം കാൽക്കുലേറ്റർ അല്ലേ മുതലാളിയുടെ കയ്യിലുള്ളത്? ബെന്നി എന്നെ വിട്ടുപോയത് വേറെ വമ്പൻ സ്രാവിന്റെ സംഘത്തിൽ ചേരാനായിരുന്നു. ആരാ മുതലാളി? ബോംബെ അധോലോകത്തിന്റെ ആണിക്കല്ല് പെരേര. ഓ, ഇപ്പൊ എനിക്കെല്ലാം വ്യക്തമാകുന്നു. എന്റെ ജൂവലറി കൊള്ളയടിച്ചതും ആ പെരേരയായിരുന്നു. ബെന്നി അയാളെ സഹായിച്ചിരിക്കും. ഇവിടെ നമ്മുടെ നാട്ടിൽ നമ്മൾ കൊള്ളയടിക്കുന്ന പല സ്ഥാപനങ്ങളുമാണ് പെരേര ഇപ്പൊ നോട്ടമിട്ടിരിക്കുന്നത്.
അവനെ എങ്ങനെയെങ്കിലും കീഴ്പ്പെടുത്തി അവന്റെ സമ്പാദ്യം കൈക്കലാക്കി അവൻ കണ്ണു തുറന്ന് വായിച്ചു നോക്ക്. തന്റെ കയ്യിൽ നിന്ന് പണം തട്ടിക്കൊണ്ടുപോയ നിസാറിനല്ല, ഇന്റർനാഷണൽ ക്രിമിനൽ ആണെന്ന്. ഇത്രയും വലിയൊരു ക്രിമിനലിനെ താൻ ഒറ്റയ്ക്ക് പിടിക്കുമെന്നോ? അതിനെ താൻ ഗോപി വരച്ചോണ്ടിരുന്നാ മതി. ആരാണ് സാർ ഈ ഗോപി? തന്റെ അമ്മായിയപ്പൻ. ഓ മൈ ഫാദർ ഇൻ ലോ. He is not Gopi. He is Sheshu. B.A. Sheshadri B.A.B.T. He is no more. തന്നെ ഞാൻ കൊല്ലും. എന്റെ അവസ്ഥ മനസ്സിലാക്കാതെ സാർ രാവിലെ ജോക്ക് അടിക്കുന്നല്ലോ സാർ. എനിക്ക് ചിരിക്കാൻ പറ്റുന്നില്ല സാർ. മൈൻഡ് യു, ഒരാഴ്ചക്കകം നഷ്ടപ്പെട്ടു പോയ പണം തിരിച്ചടച്ചില്ലെങ്കിൽ തന്റെ എല്ലാ സ്വത്തുക്കളും ജപ്തി ചെയ്യാൻ കമ്പനി നടപടിയെടുക്കും. യു ക്യാൻ ഗോ. സ്വാമി, ആഭ്യന്തരമന്ത്രി IG വിളിച്ചിരുന്നു. അന്വേഷണം എവിടം വരെ ആയിന്നറിയാൻ. നമ്മുടെ ഈ പെരേരയും സുകുമാരക്കുറുപ്പും വീരപ്പനും ഒക്കെ ഒരേ ബ്ലഡ് ഗ്രൂപ്പുകാരാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഛേ, ഒന്ന് നോക്കിയാൽ നമ്മളൊക്കെ കഴിവില്ലാത്ത മണ്ണന്മാർ തന്നെയാണ്, അല്ലെ സാറേ? ഓർത്തില്ല ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിലെ പ്രസാദം. അവിടെ വെച്ചേക്ക്. May I come in, sir? Yes. Thank you very much, sir. എന്താ സ്വാമി? പെരേരയെ കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും കിട്ടി. എന്നൊരു വാർത്ത സാറിന്റെ നാക്കിൽ നിന്നും കേൾക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അടിക്കടി ഇങ്ങോട്ട് വരുന്നത്. എന്നാൽ ഇനി ഇങ്ങനെ എന്നും വന്ന് അന്വേഷിക്കണ്ട. ആളെ കിട്ടുമ്പോ ഞങ്ങൾ സ്വാമി വിവരം അറിയിക്കാം. വീട്ടിലിരുന്നിട്ട് മനസമാധാനം കിട്ടണില്ല. മാനേജിംഗ് ഡയറക്ടർ എന്നെ ഡിസ്മിസ് എന്ന് പറഞ്ഞിരിക്കുകയാണ്. അയ്യോ പാവം സ്വാമി, ഗുരുവായൂർ അമ്പലത്തിൽ പോയി 7 ദിവസം ഭജന ഇരുന്ന മനസ്സിന് സമാധാനം കിട്ടും, വിചാരിച്ച കാര്യം നടക്കുകയും ചെയ്യും. സ്വാമി തൽക്കാലം ചെല്ലേ. കേസ് അന്വേഷണം ഊർജിതപ്പെടുത്താൻ സഹായിക്കുന്ന ഒരു കാര്യം ഞാൻ തരാം. കൊടുക്ക് കൊടുക്ക് കൊടുക്ക്. ഒരു ചെറിയ കൈക്കൂലി 250 എടുത്തോണം. സോറി സർ, ഇവിടെ പറഞ്ഞതാ സർ. സർ ഓക്കെ സർ. ആരാ സാർ? IG മഹാരാഷ്ട്രയിൽ നിന്ന് സീനിയർ റാങ്കിലുള്ള ഒരു പോലീസ് ഓഫീസർ അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഇങ്ങോട്ട് വരാൻ പോകുന്നു. എന്റെ ഗുരുവായൂരപ്പ. May I come in? Yes. I am Vishwanath, Superintendent of Police, Bombay. ശ്രീകണ്ഠൻ നായർ, പ്ലീസ്. Thank you. ഇങ്ങോട്ട് വരാനുള്ള പ്രധാന കാരണം, ഓ, മലയാളിയാണല്ലേ? യെസ്, സോറി ഫോർ ഇന്ററപ്ഷൻ. പ്ലീസ് ക്യാരി ഓൺ. പെരേരയുടെ വേറെ ബോട്ട്സിനെ കുറിച്ച് എന്തെങ്കിലും ട്രേസ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടോ? അത് എക്സാക്ട് വിവരങ്ങളൊന്നും കിട്ടിയിട്ടില്ല, പക്ഷേ വളരെ പ്രധാനപ്പെട്ട ചില ക്ലൂസ് കിട്ടിയിട്ടുണ്ട്. ക്യാരി ഓൺ. ആ, പിന്നെ അയാളുടെ സഹോദരിയാണെന്ന് കരുതപ്പെടുന്ന ഒരു പെൺകുട്ടിയെ ഞങ്ങൾ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. വെരി ഗുഡ്. ഈ കേസ് അന്വേഷണത്തിൽ മഹാരാഷ്ട്ര പോലീസിന്റെ എല്ലാ ഹെൽപ്പും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവും. ഓക്കെ, താങ്ക്സ്. ബൈ ദ ബൈ, ഈ പെരേരെ കണ്ട തിരിച്ചറിയാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ? യെസ്, ആലം ആൻഡ് അലോട്ട് കമ്പനി മാനേജർ ഒരു അനന്തകൃഷ്ണസ്വാമിക്കും പിന്നെ എനിക്കും അവനെ വ്യക്തമായി തിരിച്ചറിയാൻ കഴിയും. Okay then, I will make a move. One important thing. പെരേരെ നിങ്ങൾ കസ്റ്റഡിയിൽ എടുത്താൽ ഉടൻ ഞങ്ങൾക്ക് ഹാൻഡ് ഓവർ ചെയ്യണം. Because he is the most wanted criminal in Bombay city. ഓഹോ, വളരെ സ്മാർട്ട് പോലീസ് ഓഫീസേഴ്സിന്റെ ഒരു ടീം എന്നോടൊപ്പം കേരളത്തിൽ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ചിലപ്പോ പെരേരെ കേരള പോലീസ് പിടിക്കുന്നതിന് മുമ്പ് തന്നെ മഹാരാഷ്ട്ര പോലീസ് കസ്റ്റഡിയിൽ എടുത്തുവെന്നും വരും. കേരള പോലീസ് വാചകത്തിലല്ല, പ്രവൃത്തിയിലാണ് വിശ്വസിക്കുന്നത്. വെല്ലുവിളിയാണോ? അങ്ങനെ കരുതിയാലും വിരോധമില്ല. Then I am accepting your challenge. You are welcome.
മുതൽ ഞാനല്ല പെരേര, അവനാണ്. അവൻ പോലീസ് കസ്റ്റഡിയിലാവുന്നതിന് മുമ്പ് നമുക്ക് ട്രാപ്പ് ചെയ്യണം. അവനെ കൈ കിട്ടുന്നോണ്ട് നമുക്കെന്ത് പ്രയോജനമെന്ന് പെരേര സാബ് പറഞ്ഞില്ല. ബേവക്കൂഫ്. ദിമാഗ് ചാഹിയേ, ദിമാഗ്, ബുദ്ധി, ഇന്റലിജൻസ്. മഹാരാഷ്ട്ര പോലീസ് ചാർജ് ചെയ്തിട്ടുള്ള 74 കേസുകളിൽ 1-ാം പ്രതിയാണ് ഞാൻ, അല്ലെ? അതെ. മഹാരാഷ്ട്ര പോലീസിന്റെ റെക്കോർഡ്സ് പ്രകാരം ഞാനിപ്പോ കേരളത്തിലാണ്. എന്നാൽ ഇവിടുത്തെ പോലീസിന്റെ റെക്കോർഡ്സിൽ പെരേര ഞാനല്ല, വേറൊരു സാധുവാണ്. എന്നെ ട്രേസ് ചെയ്യാൻ മഹാരാഷ്ട്ര പോലീസ് കേരള പോലീസിന്റെ സഹായം തേടാതിരിക്കില്ല. സോ ഇവിടുത്തെ സാധു പെരേരയെ നമ്മൾ തപ്പിയെടുത്ത് തട്ടിക്കളഞ്ഞാൽ ഇവിടുത്തെ പോലീസ് എന്ത് വിചാരിക്കും? സാബ് മരിച്ചു. കറക്റ്റ്. അതോടെ എന്റെ പേരിലുള്ള കേസ് ഫയലുകളെല്ലാം ക്ലോസ് ചെയ്യുന്നു. വേറൊരു പുതിയ രൂപത്തിൽ, വേഷത്തിൽ, പേരിൽ ഞാൻ വീണ്ടും നമ്മുടെ പണി തുടരുന്നു. ഒന്നുകിൽ ഇവിടെ, അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത്. എപ്പടി? സാബ് ഒരു ജീനിയസ് ആണ്. അതെ, അതുകൊണ്ടാണ് ഞാൻ സാബായതും നിങ്ങളെല്ലാം എന്റെ ശിങ്കിടികളായതും. ഓക്കേ? വാട്ട് നോൺസെൻസ് യു ആർ ടോക്കിംഗ്? സർ, ഓപ്പറേഷന് വേണ്ടി ഞാൻ കരുതിയിരുന്ന പണം നഷ്ടപ്പെട്ടു പോയതുകൊണ്ടാണ്. അത്രയ്ക്ക് ഉത്തരവാദിത്വം നിങ്ങൾക്കുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ പറയരുത് സർ, എന്റെ പെങ്ങൾക്ക് വേണ്ടിയാണ് ഞാൻ. എക്സ്പ്ലനേഷൻസ് ഒന്നും എനിക്ക് കേൾക്കണ്ട. ഇനി ഒരു പെയിൻ വന്നാൽ ഓർമ്മശക്തി പൂർണ്ണമായും നഷ്ടപ്പെടുന്ന ഒരു സ്റ്റേജ് വന്നേക്കാം. കാഴ്ചശക്തി നഷ്ടപ്പെട്ടേക്കാം. ഒടുവിൽ ഒരു കോമാ സ്റ്റേജിൽ ജീവിതാവസാനം വരെ. പ്ലീസ് സർ, ഞാൻ നോക്കിയിട്ട് കാശിന് ഒരു മാർഗവും കാണാഞ്ഞിട്ടാ. കാശിന്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഹോസ്പിറ്റൽ മാനേജ്മെന്റിനോട് പറഞ്ഞാൽ മതി. അവർ അഡ്മിറ്റ് ചെയ്യുന്ന പേഷ്യന്റിനെ ട്രീറ്റ് ചെയ്യാനേ എനിക്ക് നിവൃത്തിയുള്ളൂ. വേണമെങ്കിൽ എന്റെ ഫീസ് വേണ്ടെന്ന് വെക്കാം. അതിലുപരി എനിക്ക് സാറിനി അടുത്തെന്നാണ് വരുന്നത്? നെക്സ്റ്റ് 12th. അതിനുള്ളിൽ ഞാൻ എങ്ങനെയെങ്കിലും പണം അറേഞ്ച് ചെയ്യാം സർ. പറയടി, നിങ്ങൾ എത്ര പേരുണ്ട്? എടീ, നിന്റെ ഉമ്മക്കളൊന്നും ഞങ്ങളോട് വേണ്ട. ഇതിനേക്കാളും വലിയ ഉമ്മക്കളിക്കാരെ കൊണ്ട് ഞങ്ങളെ സത്യം പറയിച്ചിട്ടുണ്ട്. പറയടി, എന്താ നിങ്ങളുടെ ഉദ്ദേശം? ഇങ്ങനെയൊന്നും ചോദിച്ചാൽ ഇവള് പറയത്തില്ല സാറേ. കുറച്ചു നേരം എനിക്ക് വിട്ടു തന്നാൽ ഞാൻ പറയിപ്പിക്കാൻ സത്യം. മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. എവിടെയാണ് നിങ്ങളുടെ ഒളിത്താവളം? പറയാ. പറയാ. പറയടി. നിർത്ത് സാർ. എല്ലാവരും കൂടെ ഇങ്ങനെ കൊല്ലാക്കൊല ചെയ്ത ഈ പാവം ചത്തുപോകും. പിന്നെ കിട്ടാനുള്ള വിവരം പോലും കിട്ടില്ല. താൻ ഉത്തരവൊന്നും വേണ്ട. എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾക്കറിയാം. അണ്ടർവേൾഡ് ഗാങ്ങിലെ മെമ്പറാണ് ഇവൾ. ബെൽറ്റ് ബോംബ് വെച്ച് ആരെങ്കിലും കൊല്ലാൻ ബ്രെയിൻ വാഷ് ചെയ്ത് വിട്ടിരിക്കലെന്ന് ആര് കണ്ടു? ഈ കുട്ടി സംസാരിക്കില്ല എന്നുള്ളത് ഉറപ്പാ. വേണമെങ്കിൽ നമുക്ക് ഇവള് കിടന്ന ആസ്പത്രിയിലെ ഡോക്ടറെ വിളിച്ച് ചോദിക്കാം. ദയവ് ചെയ്ത് തൽക്കാലം ഈ ടോർച്ചറിംഗ് ഒന്ന് നിർത്തൂ പ്ലീസ്. ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അവനെ കുറിച്ചുള്ള വിവരങ്ങൾ സ്റ്റേഷനിൽ തന്നിരിക്കണം. ഇല്ലെങ്കിൽ ചവിട്ടിന്റെ ലങ്സിലേക്ക് കളയും.